نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ വിശ്വാസിനിമാരെ, സഹോദര സഹോദരിമാരെ, ಅಲ್ಲಾಹುವರೇ ನಿಯಮ ನಿರ್ದೇಶನ ജീവനത്തിലെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് ഇനി ലഭിക്കപ്പെടുന്നതായി കുറഞ്ഞ ആയുസ്സിരെ ഏറ്റവും നല്ല തക്കുവത്തൊಟ್ಟಿಗೆ മുന്നൽക്കൊമ്പോനോ ചെന്ന് ಸ್ವಂತ ನಫ್ಸರ ಮರಕಾಂಟು ಕೂಡಿಯದಾಯಿ ಓರೋ ವಿಶ್ವಾಸಿನಿಮಾರೊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕಿ ಉಂಟುಳ್ಳೆ, ಉಪದೇಶ ಹಾಕಿ ಉಂಟುಳ್ಳೆ. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടിത്ത് മുത്തഖിയായിട്ട് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ട് മരിക്കവും നാളെ പരലോകത്ത് അവൻ്റെ വിശാലമായിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസുൽ ഒട്ടിಗೆ ಸೇರಗುಲ್ಲೆ മഹാസൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ മുഅ്മിനൂന്റെ കൊറിയ ആയത്തായി തിക്ര നിങ്ങളെ മുന്നൽ ನಾನು ಓದಿയിട്ടുಳ್ಳೆ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചായി തിക്ർ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ വിശ്വാസിമാരെ പടിപാട്ടി കൊടുക്കുറെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതി ഓരോ സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്നതായി തിക്ർ, ഖിനാവ് കണ്ടുകൊണ്ടിരിക്കുന്നതായി തിക്ർ, മരണാനന്തര ജീവനത്തിൽ നല്ല സുഖ സൗകര്യ കിട്ടണോ ചെല്ല ഒരു ആഗ്രഹം പ്രതി ഓരോ വിശ്വാസിയുടെ മനസ്സിലുണ്ട്. ಅದಕ್ಕೆ ಏನಾಯ್ತಾಯ್ತಿಕ್ರ ഞങ്ങളെ ബലപ്പെട്ടതായ സമയത്തെ ಬಿಟ್ಟುತ್ತು, കച്ചവടത്തെ ಬಿಟ್ಟುತ್ತು, പള്ളിയിൽ ಬಂತು ಖುತುಬ ಕೇಕಗೂ ಆಯತ್ತರ ಬೇಗ ಬಂತು, ഇമാമ് അദാന് കൊടുക്കുന്നതിര മുന്നൽ ಬಂತൂടെ ദെക്കൊകും ഞങ്ങളെ മനസ്സിಗೆ പ്രേരണ തന്നത് ആ ഒരു പരലോക വിജയ ഞങ്ങൾക്ക് കിട്ടണോ ചെല്ല ഉദ്ദേശം കൊണ്ടായിത്തിക്കറ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ടത് 6 കാര്യ ഇന്നുണ്ടായെങ്കിൽ 6 വിഷയത്തെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഒരു സത്യവിശ്വാസി ശ്രദ്ധിച്ചുണ്ടായെങ്കിൽ ഞങ്ങ കിനാവു കണ്ടതായ സ്വർഗീയ ആ സുഖ സൗകര്യത്തിൽ പ്രവേശിക്കുക സാധ്യാവൂ. അതായിത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസിമാരെ വിളിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതായ വിഷയത്തെ സംബന്ധിച്ചായിത്തിക്കർ അല്ലാഹു ഇവിടെ ഉണർത്തുന്നത്. സ്വർഗത്തുക്ക് പോകേണ്ടതായ ഒരു മാർഗത്തെ സംബന്ധിച്ചായിത്തിക്കർ അല്ലാഹു പടിപാട്ടിത്തണ്ടേ. സ്വർഗത്തുക്ക് പോകേണ്ട ഒരു ടിക്കറ്റ് ആയിത്തിക്കർ, സ്വർഗത്തുക്ക് പോകേണ്ടതായ എൻട്രൻസ് പാസ്സായിത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ കൊടുക്കുന്നത്. ദുനിയാവിലും പല ആൾമാരുണ്ട് സ്വർഗത്തുക്ക് പാസ് കൊടുക്കുന്നതായ ടിക്കറ്റ് കൊടുക്കുന്നതായ അന്ധവിശ്വാസത്തിൽ കൂടിയതായ ഒരുപാട് ആൾമാരിക്കുക. അതെല്ലാം അന്ധവിശ്വാസമായി തിക്കർ, ഒരു ഗ്യാരണ്ടിയുമില്ല. എന്നാൽ ഒരു ഗ്യാരണ്ടി ഉള്ളതായ ടിക്കറ്റിനെ സംബന്ധിച്ചായി തിക്കർ വിശ്വാസിമാരെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പടിപാട്ടി കൊടുക്കുറേ. എന്തായി തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസിമാരെ വിളിച്ച് ചെല്ലുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസിമാർ വിജയിച്ചാറ്, വിശ്വാസവേന മുഅ്മിനീങ്ങ അങ്ങ വിജയിച്ചാറ്, അങ്ങ പാസ്സായിരാറ്. വിശ്വാസിയാവണം. വിശ്വാസിയാവാത്ത ആൽമാരെ സംബന്ധിച്ചിട്ടല്ല, ഈമാൻ വേണം. ഈമാനിന്റെ ആൽമാർ എല്ലാവരും എൻട്രാവനുണ്ടില്ല സ്വർഗത്തുക്ക്. ആയെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഗുണ ഇന്നുണ്ടായെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ വാരിസെടുക്കുക സാധ്യ. ഒരു വാരിസ് സ്വത്തു ഞങ്ങ കേൾക്കറ, അബ്ബ ഉമ്മ വിട്ടുപോയി സ്വത്തുര ഞങ്ങ വീതിച്ചെടുക്കുന്നത് നക്കായി തിക്കറ് അനന്തര സ്വത്തും ചെല്ലറേ. അതുപോലെ സ്വർഗത്തെ ആ സുഖ സൗകര്യത്തെ സ്വർഗീയ ഉദ്യാനത്തെ അനന്തര എടുക്കുന്നതായ വാരിസെടുക്കുന്നതായ ആൽമാരെ സംബന്ധിച്ചായി തിക്കറ് അല്ലാഹു ഇവിടെ പടിപാട്ടി കൊടുക്കുറേ. അവന് വിജയിച്ച മുഅ്മിനീങ്ങ വിജയിച്ചാറ്. ആരായി തിക്കറ് മുഅ്മിൻ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒന്നാമത്തെ ക്വാളിറ്റി ഉള്ള ഗുണമുള്ളതായ സ്വർഗത്തിലെ അനന്തരം എടുക്കുന്നതായ വാരിസ് എടുക്കുന്നതായ ആൾമാര് ഒന്നാമത്തെ ഗുണായിത്തിക്കറ്, അങ്ങനെ യോഗ്യത ആയിത്തിക്കറ് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അങ്ങനെ നിസ്കാരത്തില് ഖുശൂഉള്ള ആൾമാരായി തിക്കറാറ്, ഭയഭക്തി ഉള്ളതായ ആൾമാരായി തിക്കറാറ്. എന്തായി തിക്കറ്? ഖുശൂ ചെന്നെങ്കിൽ ഉലമാക്കന്മാർ പടിപാട്ട ഹുവ റൂഹുസ്സലാ. അത് നിസ്കാരത്തിലെ ആത്മാവായി തിക്കറ്, റൂഹായി തിക്കറ്. ശരീരത്തിക്ക് ചലിക്കലുണ്ടായെങ്കിൽ റൂഹ് വേണോ, ആത്മാവ് വേണോ. അതായി തിക്കറ് മനുഷ്യ ചെല്ല. ഇല്ലെങ്കിൽ ഡെഡ് ബോഡി ആയി തിക്കറ്, അല്ലെ മരണായി തിക്കറ്, മൗത്തായി തിക്കറ്. റൂഹില്ല ഉണ്ടായെങ്കിൽ തീർത്തവും ഒരു ജഡായി തിക്കറ്.
അതുപോലെ നിസ്കാരത്തുര റൂഹായി തിക്കറ് ഖുശൂ ചെന്നെങ്കില് ആ ഖുശൂ ഇന്നുണ്ടായെങ്കില് നിസ്കാര സരിയാവും, ഇല്ലെങ്കിൽ ഡെഡ് ബോഡി ആയി തിക്കറ്. നിസ്കാരത്തിൽ ഒരു പ്രയോജനവും ഇല്ല. നിസ്കാരത്തിൽ ഖുശൂ ഇല്ലുണ്ടായെങ്കിലോ ഈ വിജയിച്ചതായ ആൽമാരെ കൂട്ടത്തിൽ എത്തുക സാധ്യല്ല. അള്ളാഹു വിജയിച്ചതായ ആൽമാരുടെ പടിപാട്ടി കൊടുക്കുറെ. വിജയിക്കണുണ്ടായെങ്കിൽ ഒന്നാമതായിട്ട് അതല്ലേ പരലോകത്ത് ഈമാൻ കല്യാണ്ടായെങ്കിൽ ഒന്നാമതായിട്ട് കേൾക്കുന്നതായ ക്വസ്റ്റ്യൻ ഒന്നാമതായിട്ട് അടിമറൊട്ടിಗೆ ക്വസ്റ്റ്യൻ കേൾക്കുന്നത്, വിചാരണാക്കുന്നത്, ഹിസാബ് എടുക്കുന്നത് അത് നിസ്കാരത്തെ സംബന്ധിച്ചായിട്ടിക്കറ്. അപ്പൊ ഒന്നാമതായിട്ട് പരലോകത്തില് സ്വർഗീയ സുഖ കിട്ടണുണ്ടായെങ്കിൽ നിസ്കാരത്തില് ഖുശൂ വേണു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്റെ ഒട്ടിಗೆ രക്ഷ കേൾക്കற, കാവൽ തേടുற. ഉപകാരമില്ലാത്ത ഇൽമ കൊണ്ടൊത്തു ഒരു പ്രയോജനവുമില്ല. നാ പഠിച്ചത് നക്ക് ഉപകാരം ഉണ്ടില്ല ഉണ്ടായെങ്കിൽ അതിലൊരു പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ടൊത്തു അങ്ങനത്തെ ഇൽമുൽ നിന്ന്, അങ്ങനത്തെ വിജ്ഞാനത്തിൽ നിന്ന് നാ നിന്റെ ഒട്ടിಗೆ കാവൽ തേടുற, രക്ഷ കേൾക്കற. അതേപോലെ വമിൻ ഖൽബില്ലാ യഖ്ശൗ, അതുപോലെ ഖുശൂ ഇല്ലാത്ത ഖൽബിൽ നിന്നും, ഭയഭക്തി ഇല്ലാത്ത കൽബിൽ നിന്നും റബ്ബേ നിന്റൊട്ടിಗೆ ನಾನು കാവൽ തേടുற. റബ്ബേ നിന്റൊട്ടിಗೆ സംരക്ഷണ കേൾക്കற. അപ്പൊ ഖുശൂ വേണം. ഖുശൂ ഇല്ലാത്ത ഒരാൾക്ക് ഖുശൂ പണ്ടില്ല ഉണ്ടായെങ്കിൽ അല്ലാഹുവരൊട്ടിಗೆ കാവൽ തേടുന്നു, പ്രാർത്ഥന ആക്കണം. റബ്ബേ നിന്റെ മനസ്സിന് നീನು ഖുശൂ ഇട്ടുത്താ, ഭയഭക്തി ഇട്ടുത്താ. എന്തായി തിക്കറ് ഖുശൂ ചെന്നെങ്കിൽ അൽ ഖുശൂ ഹുവൽ ഖുദൂ വസ്സുകൂൻ വത്തദല്ലുൽ. നിസ്കാരത്തുക നിൽക്കുമ്പത്തുകു നല്ല ശാന്തതയോടെ വിനയത്തില് എല്ലാം നിന്റെ റബ്ബും നിന്റെ കൽബും നിന്റെ മനസ്സും ശരീരവും അല്ലാഹുക്ക് സമർപ്പിക്കുന്നതായ നിലക്കായി തിക്കൊരു നിസ്കാരത്തിൽ നിൽക്കൊനായത് അല്ലേ. എത്ര നിസ്കാര അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചാൻ ചെല്ലക്കു സാധ്യല്ല. ചില ആൾമാര് വേഗമത്ത് അർജന്റ് ബിസിനസ് ആക്കുന്നതായ ആൾമാരുണ്ടോ, ടൈം ഇല്ല. വേഗമത്ത് ഒരു ചടങ്ങായിട്ട് ഒരു കർമ്മ ഒരു നിർവഹിക്കുന്ന ചില രൂപത്തിൽ ബന്ത് വേഗ നിസ്കരിച്ചു ഓടുന്നതായ ആൾമാരുള്ള അത് ഖുശൂ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി ഒരാൾ ബന്തോടെ നിസ്കരിക്കറോ, ധൃതിപ്പെട്ടിട്ട് വേഗ നിസ്കരിക്കറോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട ബണ്ട് നബി ചൊല്ല് ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്ക. ഇർജി, നീ പോയിട്ട് മടക്കി നിസ്കരിക്കോ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. അല്ലെങ്കിൽ അർജന്റായിട്ട് ഒന്ന് നിസ്കരിക്കുക. ഖുശൂ ചെന്നെങ്കില് നല്ല ഭയഭക്തിയില്, വിനയത്തില്, ശാന്തതയില് അർജന്റാക്കാമാറ് അല്ലാഹുവിന്റെ മുന്നിൽ ഞങ്ങളെ മനസ്സും ശരീരവും കൊടുക്കുന്നതായി തിക്കറ്. അങ്ങനെയെങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി ഇന്നൽ അബ്ദ ല യുസല്ലി സ്വലാത്ത, ഒരു അടിമ ഒരാൾ നിസ്കരിக்கிறവನು ലാ യുക്തബു ലഹു നിസ്ഫുഹാ, അവൻ നിസ്കരിക്കുമ്പോഴത്തേക്കു അവന്റെ നിസ്കാര അള്ളാഹു പാതി പോലും സ്വീകരിക്കില്ല. അള്ളാഹു വലാ സുലുസുഹാ വലാ റുബുഹാ, അതിൽ 1/3 സമയത്ത് അള്ളാഹു സ്വീകരിക്കില്ല. 4 അള്ളാഹു സ്വീകരിക്കില്ല. 4 റക്കാത്ത് നിസ്കരിക്കണ്ടെങ്കിൽ ആ 4 റക്കാത്തിൽ ഒരു റക്കാത്ത് പോലും അള്ളാഹു സ്വീകരിക്കില്ല. വലാ ഖുമുസുഹാ, 5/1, വലാ സുദുസുഹാ, 6/1 വേണ്ട, വലാ ഉശ്റുഹാ, 10/1 സമയത്ത് ഒരു നിസ്കാരത്തിൽ 10/1 സമയത്ത് അള്ളാഹു സ്വീകരിക്കില്ല. ആറ് നിസ്കാര ഖുശൂ ഇല്ലാത്തങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ ഖുശൂ വേണു. ഖുശൂ എങ്ങനായിത്തിക്കർ നമുക്ക് ഉണ്ടാവാനായത്? ഒന്നാമതായിട്ട് പള്ളിക്ക് എൻട്രാവുര മുന്നൽ ഞങ്ങളെ എല്ലാ
മനസ്സിലുള്ളതായ ബിസിനസ്സും അതുപോലെ ജോലിയും അതുപോലെ സംസാരവും എല്ലാം പൽക്കവും എല്ലാം ഈ എൻട്രാവുറമുന്നെല്ലാം പർത്ത് വെച്ചിട്ട് പറഞ്ഞു ഒന്നും ഇവിടെ പല്ലിക്ക് എൻട്രായാൽ പിന്നെ ഞങ്ങളുടെ മനസ്സിലുള്ളതായ എല്ലാ തോന്നലും എല്ലാ ബിയാരവും കച്ചവടവും അതുപോലെ സംസാരവും അത് എന്തു ആവട്ടെ എല്ലാം ഒഴിവാക്കിട്ട് വേണോ പർത്ത് വെച്ചിട്ട് വേണോ പല്ലിക്ക് എൻട്രാവൂ ഭയങ്കര ഹുസൂൾ കിട്ടറ് അല്ല ഇവിടെ ഉൽഗ ബന്ത് പിന്നെ ഒരു കച്ചവടത്തിന് വിഷയം പറകൂത്തില്ല ഇവിടെ ഉൽഗ ബന്തായാൽ പിന്നെ എന്തെങ്കിലും ഫോൺ ആക്കിയിട്ട് വാട്സപ്പ് ആക്കിയിട്ട് പൽക്ക പറയവില്ല അത് ഞങ്ങളെ മനസ്സ് അതുക്ക് പോകും സാധ്യത ഉണ്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഹുസൂൾ കിട്ടലെ പള്ളിയിൽ ബന്ധോടെ തെച്ചത്ത് ഏതെങ്കിലും ബിസിനസ് ആക്കുന്നതല്ല പള്ളിയിൽ ബന്ധ അದ್ರ വിഷയത്തിൽ ഉടനെങ്ങും കൊടുക്കണുണ്ടല്ല ഫോണിലൂടെ ചില ആൾമാരുണ്ടു റമദാനിൽ പോലും ഈത്തിക്കാഫിലൂടെ തെക്കറ് എല്ലാ ബിസിനസ്സും ഇതിലുൾക പേരെന്ത്ര ഈത്തിക്കറ് ഈത്തിക്കാഫ് എല്ലാ കച്ചവടവും അവന്റെ ഫോണിലൂടെ നടത്തിയോണ്ടുള്ള പിന്നെ എന്ത് ഈത്തിക്കാഫ് എന്ത് ഖുശൂ അല്ലെ പള്ളിയിലുള്ള കച്ചവടാക്കുന്നതായാൽ അದ್ರ വിഷയത്തിൽ പൽക്ക പറയരെ ജോലി വിഷയത്തിൽ പൽക്ക പറയത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ത് അത്തരത്തിലുള്ള കച്ചവടാക്കുന്നതായ ആൾമാരെ കണ്ടെങ്കിൽ അത് ഇവിടെ കച്ചവടാമത്തെ ഒരു ഷോപ്പ് ഇടേണ്ടല്ല ഉദ്ദേശം ഇവിടെ ആ വിഷയത്തിൽ പൽക്ക പറഞ്ഞോണ്ടിക്കറ ഫോൺ എടുത്തിട്ട് പൽക്ക പറഞ്ഞോണ്ടുള്ള ആൾമാർ അവനിക്ക് ഇത്ര കൊടു അത് അൺലോഡാക്ക് ഇത് കേറ്റും ചന്ത് ഫോൺ ആക്കിക്കൊണ്ടിരിക്കുന്നതായ ആൾമാരെ അത്തരത്തിലുള്ള ആൾമാരെ കണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലണോ അവിടെ മുട്ടുള്ള ആൾമാർ ചെല്ലും നിന്റെ കച്ചവടത്തിൽ ഒരു ലാഭവും അല്ലാഹു തരണ്ടാണ്ട് ഒരു ലാഭവും നിക്ക് തരണ്ടാണ്ട് അല്ലേ എന്തെങ്ങാനും ഒരു ഇമാമിന് ചെന്നിട്ടെങ്കിൽ അവിടെ അപ്പമെ ചവിട്ടി പുറത്താക്കുവാർ ഒരു സെക്രട്ടറി ഒരു പ്രസിഡന്റൂടെ ഫോണാക്കിയത് കച്ചവടാക്കുമ്പോൾ നിന്റെ കച്ചവടത്തിൽ ഒരു ലാഭവും തരണ്ട ചെന്നെങ്കിൽ അവിടെ അപ്പം പിടിച്ച് പുറത്താക്കുവാർ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് നിങ്ങൾ അങ്ങനെ ചെല്ലണം ഫഖൂലു നിങ്ങൾ ചെല്ലണല്ല അർബഹല്ലാഹു തിജാറക നിന്റെ കച്ചവടത്തിൽ ഒരു ലാഭവും അല്ലാഹു തരണ്ട അല്ലേ എന്തും പള്ളി അതുക്ക് പേനായിട്ട് ഉണ്ടാക്കിയതല്ല കച്ചവടത്തുക്ക് പേനായിട്ട് ഉണ്ടാക്കിയതല്ല എല്ലാം പർത്ത് വെച്ചിട്ട് പറഞ്ഞു എന്തൊക്കെ പേനായിട്ട് ഖുശൂ ഉണ്ടാവും എന്തെങ്കിലും ലോസ്റ്റ് ആയി പോയത് കാണാമാറായി പോയതുള്ളേ ഒരു മൊബൈൽ ആവട്ടെ വാച്ച് ആവട്ടെ പണമാവട്ടെ ಬಂತ അവിടെ ജോർ നിന്ത് രണ്ട് അത് കിട്ടിരാ ഇതുണ്ടാഞ്ചത്ത് കേൾക്കുക സമയത്ത് പാടില്ല അല്ലേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിയതായി തിക്കറ് അങ്ങനെ കേക്ക് റൗണ്ടൊട്ടിಗೆ ചെല്ലണു ലാ റദ്ദഹല്ലാഹു അലൈക് നിക്കത് ഒർക്കത്തുക്കും തിരിച്ചു കിട്ടണ്ട ഇണ്ടെങ്കിൽ ഗലാട്ടാവും ഇവിടെ അങ്ങനെ ചെന്നിട്ടായി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തലം ഫഇന്നൽ മസാജിദ പള്ളി ഉണ്ടാക്കിരെ ലം തുബ്ന ലിഹാദ ഇതുക്ക് ಬೇನಾಯ್ತಲ್ಲ ഇതുക്ക് ಬೇನಾಯ್ತು പള്ളി ഉണ്ടാക്കിയതല്ല ഇവിടെ കച്ചവടാക്കുകയും പൽക്ക പറയും ഏതെങ്കിലും കാണാത്ത വിഷയബന്ധൂടെ കേക്കും ഉണ്ടാക്കിയത് ഊടെ ഖുശൂ ഉണ്ടാകും ഭയഭക്തി ഉണ്ടാവുക ಬೇನಾಯ್ತಾಯ್ತಿಕ್ರು ഇതെല്ലാം പർത്ത് വെച്ചിട്ട് പറഞ്ഞു ചെന്നത് അല്ലേ ഓടത്തോല് ചെന്നെങ്കിൽ നിസ്കാരത്തുക്ക് ബർമത്തുകു അവനകു പൈക്കറുണ്ടായെങ്കിൽ നല്ല വിശപ്പുണ്ടവനകു നല്ല മങ്ങിലത്തവിടെ ചോറ് പുട്ടതായിത്തിക്കർ പണ്ടവിടെ അല്ലേ ചില ആൾമാറുള്ള പന്നിൻ്റെ രായങ്ങും ഫുഡ് തിന്നല്ല നിസ്കാര കലിയിട്ടുണ്ട് പിന്നെ അതേ നെനപ്പായിത്തിക്കുറു നിസ്കാരത്ത് കഞ്ഞസാത്തുക്ക് ഓടിപ്പോനുണ്ട് തീരാത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഫുഡ് തിണ്ടൽ പിന്നെ ഒന്ന് നിസ്കരിക്കട്ടെ ദമ്മു കെട്ടിത്ത് വിസർജനാവുරු വിസർജന ಬಂಡವನಗು മലമൂത്ര വിസർജന ಬಂಡವನಗು അത് കഴിഞ്ഞ പിന്നെ പോൻ പള്ളിക്ക് വന്ന് നിസ്കരിക്കട്ടെ അത്ര പോലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കുക ചെന്നത് എന്തൊക്കെ ഖുശൂ ഉപേനു ഭയഭക്തി നിസ്കാരത്തിൽ ഒരു വസ്വാസം ഉണ്ടാവുകത്തീര ഒരു ചിന്തന പോലും ബറകുത്തീര അങ്ങായിത്തിക്ക് വിജയിച്ചതായ ആൽമാർ അല്ലെ ഓടത്തോല് ചെന്നെങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് നിസ്കാര പോലും ധൃതി കാണിച്ചത്ത് ദൈർഘ്യമായ നീണ്ട ഒരു സൂറത്ത് ഓതിത്ത് നിസ്കരിക്കുക തീര അതും വിശ്വാസിമാർക്ക് വസ്വാസം ഉണ്ടാവും നല്ല കിറാത്തായി തിക്കറ് ഒരു 2-3 പേജ് ഓതെങ്കിൽ എന്താവും അത് ബുദ്ധിമുട്ടാവും സ്വഹാബത്ത് വിളിച്ചിട്ടല്ല ചെന്ന് ഇന്നക ഫത്താനും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ടികായി തിക്കർ ചെല്ലെ പ്രഗൽഭനായിട്ടുള്ള സ്വഹാബി ഇന്നക ഫത്താനു നീന് ഫിത്നക്കാരനായി തിക്കറ നീ ഫിത്ന ഉണ്ടാക്കറോನು എന്തായി തിക്കർ ഫിത്ന
ഒരു തെല്ലൊരു 2 റക്കാത്തിൽ സൂറത്ത് 6 ഓതിയതിക്ക് ചെന്ന്. അപ്പൊ അതുപോലും വിശ്വാസിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക തീരാ. ഖുശൂഉൽ ഭയഭക്തിയിൽ അവർക്ക് തടസ്സം ഉണ്ടാവുക. ദീർഘമായി നിൽക്കുമ്പോഴത്തേക്ക് എപ്പായിത്തിക്കര് തീർച്ചയായിട്ടും മനസ്സിലൊരു ബിയാറ വരും. അത് നിസ്കാരത്തിൽ ഖുശൂഉബേനായിത്തിക്കര് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടി കൊടുക്കുറേ. അത്തരത്തിലുള്ള ആൽമാർ കത് അഫ്ലഹൽ മുഅ്മിനൂൻ അങ്ങ വിജയിച്ച ആൽമാർ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂഉബേൻ അല്ലാഹുരെ മുന്നൽ നാൻ നിക്കര ചെൽത ബോധത്തിൽ ഇഹ്സാന ജಂತ പടിപാട്ടതായിത്തിക്ക്. കഅന്നക അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുരെ കൺമുന്നൽ കാണ്ട പോലെ ഇബാദത്താക്കും. അപ്പൊ അവര് ഖുശൂഉബണ്ട്. ഒരു രാജാവുരെ മുന്നൽ നങ്ങ നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെ നിൽക്കണം? വിനയത്തില് ഭയത്തില് അവന്റെ പൽക്ക കേക്കു ശബ്ദിച്ച് നിൽക്കുന്നത് പോലെ അല്ലാഹുരെ മുന്നൽ നിൽക്കുമ്പോഴത്തേക്ക് ആ രൂപത്തിൽ നിൽക്കണം. അവനക്ക് ഖുശൂ ഉണ്ടോ അല്ലേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട് ഖുശൂ ഉണ്ടാവുകൂ. അതായിട്ടുള്ള മാർഗ രണ്ടാമതായി മനസ്സിലാക്കുള്ളത് ഖുശൂ ഭയഭക്തി കിട്ടുകൂ. നിസ്കാരത്തിൽ പല ആൾമാര് എല്ലാരെയും കംപ്ലൈന്റ് അതായിത്തിക്ക് ഞങ്ങൾ എല്ലാവരും അടക്ക കംപ്ലൈന്റ് ആയിത്തിക്ക് നമ്മൾ നിസ്കാരത്തിൽ ഖുശൂ കിട്ടില്ല, ഭയഭക്തി കുറടി അവർ ഞങ്ങളെ മനസ്സ് അപ്പുറം ഇപ്പുറം പോയോണ്ടിക്കറ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട് നീന് ഉദ്കുറുൽ മൗത, നീന് മരണത്തെ ആഗ്രഹിക്കുന്നു. അപ്പൊ നിനക്ക് ഖുശൂ ഉണ്ട്. നിസ്കരിക്കോ വരുമ്പോത്തുകൂ നീನು നിസ്കരിക്കും നിൽക്കുമ്പോത്തുകൂ നീನು മരണത്തെ ഓർക്കണം. ഇനി ഇത് നന്റെ അവസാനത്തെ നിസ്കാരായിത്തിക്കറ്, ലാസ്റ്റ് നിസ്കാര. ഇനി അസർ നിസ്കരിക്കൂ നാനില്ലേ, ഇല്ലെങ്കിൽ ഇത് നന്റെ അവസാനത്തെ ജുമ ആയിത്തിക്കറ്. ഇനി അടുത്ത ഒരു ജുമാത്തുക്ക് നാനില്ല. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് നിസ്കരിക്കിற ചിലത് മനസ്സിൽ വന്നിട്ടെങ്കിൽ ഒരു ഖുശൂ ഉണ്ടാവും. ഇത് ലാസ്റ്റ് നിസ്കാര. ഇനി നന്റെ റബ്ബുറ മുട്ടനക്ക് സംഭാഷണാക്കു നിസ്കരിക്കൂ നന്റെ കൊണ്ടു സാധ്യാവില്ല ചിലരെ ആ ഒരു ഓർമ്മയിൽ ആ ഒരു നെൻപൊലു നിങ്ങ നിസ്കരിക്കറെങ്കിൽ തീർച്ചയായിട്ടും ഖുശൂ ഉണ്ടാവും, ഭയഭക്തി ഉണ്ടാവൂ. അതൊരു കാരണായിത്തിക്കറ്. അതുകൊണ്ട് നിന്റെ സഹോദരന്മാരെ പരലോകത്ത് വിജയിക്കുന്നതായ ആൾമാരെ ലിസ്റ്റായിത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മുഅ്മിനിലൂടെ നമുക്ക് പടിപാട്ടണ്ടേ. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ട് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്റിദൂൻ. രണ്ടാമത്തെ മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പടിപാട്ട് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്റിദൂൻ. സ്വർഗത്തിക്ക് പോണ്ടതായ വിജയിച്ചതായ ആൾമാരെ ലക്ഷണമായി തിക്കറ്, ഗുണമായി തിക്കറ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്റിദൂൻ. നിരർത്ഥകമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ എന്ത് വിട്ടു നിൽക്കുന്നവನು തിരിഞ്ഞു പോണ്ടവನು. നമുക്ക് ആവശ്യമില്ല, ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്ത് ഇടപെടേ അല്ലേ, അതിൽ നിന്ന് മാറിപ്പോണ്ടവನು. പലതൊല്ലെ വ്യാഖ്യാനമായി തിക്കറ് ഉലമാക്ക് കൊടുത്തരേ. ഒന്ന് ശിർക്ക് കൊടുത്താൽ ശിർക്കിൽ നിന്ന് ദൂരെ പോകണ്ടേ, അതിൽ നിന്ന് മാറിപ്പോണ്ടേ. അതുപോലെ അൽ മആസി അൽ ലഗ്വു ഉദാഹരണമായിട്ട് കൊടുക്കുക, വ്യാഖ്യാനം കൊടുത്തത്. രണ്ടാമതായിട്ട് കൊടുത്ത അൽ മആസി വലിയ വലിയ തപ്പിൽ നിന്ന് മാറിപ്പോണ്ടു. വ്യഭിചാര പോലുള്ള തപ്പു കാണുമ്പോഴത്തേക്കു, അതുപോലുള്ള കാഴ്ച കാണുമ്പോഴത്തേക്കു, സീന് കാണുമ്പോഴത്തേക്കു മാറിപ്പോണ്ടതായ ആൾമാർ. അനാവശ്യമായിട്ട് ഫിത്നയും ഫസാദ് പൽക്ക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കു അതിൽ നിന്ന് മാറിപ്പോണ്ടേ, ദൂരെ പോണ്ട ആൾമാർ. അങ്ങ് വിജയിച്ചതായ ആൾമാരെ കൂട്ടത്തിലായി തിക്കറ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്റിദൂൻ അല്ലേ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തെയും ഇബാദത്തിനെയും എല്ലാം പടിപാട്ടിൽ പിന്നെ സ്വഹാബത്തുക്ക് ചെന്തു കൊടുക്കുറ്. ജാവ് നിസ്കാരത്തെ വിഷയത്ത് പടിപാട്ടിത്ത്, ಅದರ ಗೌರವ ಪಡಿಪಾಟಿತ್ತು, ಅದರ ಪ್ರತಿಫಲ ಪಡಿಪಾಟಿತ್ತು. ನಿಸ್ಕಾರತೆയും നോമ്പരെയും സ്വതക്കരെയും എല്ലാ ദാനധർമ്മത്തെയും എല്ലാ പടിപാട്ടിൽ പിന്നെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്തു കൊടുക്കുക. അല ഉഖ്ബിറുക ബിമലാക്കി ദാലിക കുല്ലിഹി. ഇതെല്ലാം ചെന്നാൽ പിന്നെ അല്ലാഹു റസൂൽ ചെല്ലുക, ഇത് എല്ലാത്തിക്ക് സമാനമായിട്ടുള്ള ഒരു വിഷയം ഞാൻ എനിക്ക് ചെന്തർട്ട, ഇത്ര കാട്ടി യാರ പ്രതിഫലമുള്ളതായ വിഷയത്തെ ഞാൻ ചെന്തർട്ട നിങ്ങക്ക് എന്തായിത്തിക്കുന്നത്. ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ്. മുആദറെല്ലാം ചെല്ലർ നബിയെ എന്തായിത്തിക്കുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലു
ഫഅഖദ ബിലിസാനി, തൻ്റെ നാവുര പിടിച്ചെന്ത് കുഫ അലൈക ഹാദാ, ഇത് നീന് പിടിച്ചു പോയി, ഇത് നീന് ജാഗ്രതാക്ക്, നിന്റെ നാവുര നീന് ജാഗ്രതാക്ക്. എങ്കിൽ ഇതെല്ലാത്തിനും സമാനായി തിക്കറ്. നിന്റെ നാവ് കൊണ്ടെത്തു ഇതെല്ലാം ബാത്തിലായി പോകുക കാരണമാവും, നിന്റെ ഇബാദത്തെല്ലാം നഷ്ടപ്പെടുക കാരണമായി തീരും. അതുകൊണ്ടെത്തു ഈ നിന്റെ നാവുരെ നീ ജാഗ്രതാക്കണു. അതുകൊണ്ടെത്തു അനാവശ്യമായിട്ടുള്ള പൽക്കത്തിൽ നിന്ന് ദൂരെ പോകേണ്ടതായ ആൾമാർ, അതിൽ ബുട്ടു നിൽക്കുന്നതായ ആൾമാർ, ഔനായി തിക്കറ് വിജയിച്ചതായ ആൾമാർ, വിശ്വാസിമാരെ എടുത്തിട്ട് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആൾമാരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവരെ സൂക്ഷിച്ച് ജീവിക്കുന്നു ചെന്ത് ഇതിനൊക്കെ നിങ്ങളൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള നാളെ പരലോകത്ത് വിജയിക്കരതായ സത്യവിശ്വാസിമാരെ ലക്ഷണമായി തിക്ര അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പടിപാട്ടിത്തണ്ട്. ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ വിഷയത്തിൽ പഠിക്കുന്നുണ്ട്. ഖുർആൻ എടുത്തിട്ട് പഠിക്കുന്നതായ ആൾമാരാണ് ഞങ്ങളെ ലക്ഷ്യതായി തിക്ര വിജയിക്കുന്ന ചെല്ലത് പരലോകത്ത് വിജയിക്കുന്നതായ ആൾമാരാവും. ആ വിജയിക്കുന്നതായ ആൾമാർ ആറ് ചെന്തായി തിക്കറ് സൂറത്തുൽ മുഅ്മിനൂനിലൂടെ എനിക്ക് പടിപാട്ടൻ. അതിൽ 6 ഗുണമായി തിക്കറ് വിശ്വാസിക്ക് ബേനായത്. അതിൽ ഞങ്ങൾ ഒന്ന് ചെന്നത് അൽ ഖുശൂ ബേനു, 2 ലഘുവിൽ നിന്ന് നിരർത്ഥകമായിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണു. 3ാമതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് വല്ലദീന ഹും ലിസ്സകാത്തി ഫായിലൂൻ, പരലോകത്ത് വിജയിക്കുന്നതായ ആൽമാർ. വല്ലദീന ഹും ലിസ്സകാത്തി ഫായിലൂൻ, അങ്ങ് സക്കാത്ത് ശുദ്ധി അത് പരിവർത്തനാക്കിയതായ ശുദ്ധി വരുത്തിയതായ സക്കാത്ത് കൊടുത്തതായ ആൽമാറായി തിക്കറ്. പല അർത്ഥം അത് കൊടുത്തറ. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നതായ ആൽമാർ സമ്പത്ത് ചെലവാക്കറോ അല്ലെ? ഒന്ന് നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവണു, 2 അനാവശ്യമായ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കറവണു, 3ാമതായിട്ട് സക്കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതിൽ അള്ളാഹുടെ മാർഗത്തിൽ ചെലവാക്കുക. അത് ഒരാൾക്ക് എത്ര ഉണ്ട് ചെന്ന് ഞങ്ങൾക്ക് ചെല്ലകു സാധ്യല്ല. ആരും പോയിട്ട് അവന്റെ രഹസ്യത്തെ നോക്കില്ല. അവനും അവന്റെ റബ്ബുമായിട്ടുള്ള ബന്ധമായിട്ട് നക്ക് എത്ര പ്രോപ്പർട്ടി ഉണ്ടു, നക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടു ചെന്ന് അവನಿಗೆ ಗೊತ್ತು. അവന്റെ ആ സക്കാത്ത് കണക്കാക്കിട്ട് കൊടുക്കുന്നവനായിത്തിക്കറ് വിജയിച്ച കൂട്ടത്തുള്ളവനു, അത് നിർവഹിക്കുന്നവനു. അതുപോലെ 4ാമതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് അല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, വിജയിക്കുന്ന കൂട്ടത്തിൽ 4ാമത്തെ ഗുണമായി തിക്കറ് അല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അങ്ങനെ ഗുപ്താംഗത്തെ, വിശ്വാസിമാരെ ഗുപ്താംഗത്തെ, ലൈംഗിക അവയവത്തെ കാത്തു സൂക്ഷിക്കുന്നവനായി തിക്കറ അല്ലേ? ലൈംഗിക അവയവത്തെ കാത്തു സൂക്ഷിക്കുന്നവನು ಅವನು വിജയിച്ചാണ് അല്ലെ? എല്ലാത്തിനും മതിയാവും. ഇതിൽ നിന്ന് പരിശുദ്ധ നേടിയുണ്ടായെങ്കിൽ, ശുദ്ധി നേടിയുണ്ടായെങ്കിൽ ബാക്കിയെല്ലാം എളുപ്പമായി തിക്കറ്, ഈസി ആയി തിക്കറ്. ലൈംഗിക ശുദ്ധി വേണം, ചാരിത്ര ശുദ്ധി അത് ഇന്നുണ്ടായെങ്കിൽ ബാക്കി പേടിക്കുന്ന ആവശ്യകതയില്ല. ഇതൊന്നും രക്ഷപ്പെട്ടുണ്ടായെങ്കിൽ ബാക്കിയെല്ലാം ഈസി ആവുന്നതുകൊണ്ട് തക്കുവ 1ാമതായിട്ട് നിൽക്കറ്. ഇതിലായി തിക്കറ് എത്ര വലിയ മനുഷ്യനും ഭൂമി കൊണ്ട് അവിടെ തിക്കറ് കൺട്രോൾ ആക്കു സാധ്യ ആവില്ല. ഈ വിഷയത്തിൽ ഇത് കൺട്രോൾ ആക്കു സാധ്യ ഉണ്ടായെങ്കിൽ അവന് വിജയിച്ചാണ്, എല്ലാത്തിലും രക്ഷപ്പെടാണ്. വിശ്വാസിമാർ ചെന്നുണ്ടായെങ്കിൽ അവನು ഫുറൂജിരെ അങ്ങനെ ഗുപ്താംഗത്തെ കാത്തു സൂക്ഷിക്കുന്നവനായി തിക്കറ, മാനത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ, ಅವನು ವಿಜಯಿಚಾನ. ಅಲ್ಲಾಹು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಮಗೆ ಪಡಿಬಾರ್ತಂದೆ ಮನ್ ಯಲ್ಮನ್ ಲೀ ಮಾ ಬೈನ ಲಹಿಯೈಹಿ ವಮಾ ಬೈನ ರಿಜ್ಲೈಹಿ ಅಲ್ಮನ್ ಲಹುಲ್ ಜನ್ನಾ. 6 2 താടിയെല്ലറെ ഇടയിലുള്ളത് നാവുരെയും
രണ്ട് കാലിനിടയിലുള്ളതായ ഗുപ്താംഗത്തെയും കാത്തു സൂക്ഷിക്കുകയാണ് ചെന്ന് ഒരു ഗ്യാരണ്ടി തന്നെങ്കിൽ ಅಲ್ ಮಲ್ಲಹುಲ್ ಜನ್ನ, ನಾನು ಅವನಿಗೂ ಸ್ವರ್ಗ ಗ್ಯಾರಂಟಿ ಉಂಡು ಚಂತ ನಾನು ವಾಗ್ದಾನ ಹಾಕರೆ, ಸ್ವರ್ಗ ಕೊಡ್ಕರೆ ನಾನು ಅದಕ್ಕೆ ನಾನು ಗ್ಯಾರಂಟಿ ಆಯ್ತು ಇಕ್ಕರೆ ಚಂತ ಅಲ್ಲಾಹು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ പടിപാട്ടണ്ടിപ്പ ഈ ഗുണ വിശേഷണവരു സത്യവിശ്വാസിക്ക് ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടായെങ്കിൽ അവന് വിജയിച്ചതായ കൂട്ടത്തിലായിത്തിക്ര കത് അഫ്ലഹൽ മുഅ്മിനൂൻ, അവന് വിജയിച്ചാണ്. അല്ലാഹു റസൂൽ അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടുണ്ട് ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും. അങ്ങനെ ഭാര്യമാരൊട്ടിಗೆ ಅದು കുഴപ്പമില്ല, ഉണ്ട് പെഞ്ഞയായിത്തിക്കറ് ತೊಂದರೆಯಿಲ್ಲ, അല്ലെങ്കിൽ ഗുലാമ പെണ്ണായിത്തിക്കറ് ಅದರ വിഷയത്തിൽ ಬೇರೆ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആൽമാരൊട്ടിಗೆ അത് ഉപയോഗാക്കിണ്ടായെങ്കിൽ അത് ഒരു ആക്ഷേപവുമില്ല. ഫൈനഹും ഗൈറു മലൂമീൻ, അത് ഒരു ആക്ഷേപവുമില്ല. ഇതല്ലാത്ത രൂപത്തിലുള്ള ഏതെങ്കിലും രഹസ്യ ബന്ധം എന്നുണ്ടായെങ്കിൽ അത് വിശ്വാസിമാർ വിട്ടുപെടുന്നത്, അവന് വിജയിക്കില്ല. വിശ്വാസിയായിട്ട് പേരുന്നത് കൊണ്ടൊത്തുമയ്യാവില്ല. ഈ ലക്ഷണ വേണു. വ്യഭിചാരത്തിലെ ഒരു അംശ പോലും കടന്നു പറകുത്തീരാ. പല രഹസ്യങ്ങളിക്കും റിലേഷനിക്കും അതെല്ലാം വിട്ടുത്തു പരിപൂർണമായിട്ടുള്ളേ നല്ല ഒരു ശുദ്ധിയിൽ മുന്നൽ പോയിട്ടായെങ്കിൽ അവನು വിജയിച്ചാണ്. ഇതല്ലാത്ത അവനക്ക് അവകാശപ്പെട്ടതല്ലാണ്ട് വേറെ ഒന്നുറവന് തെരഞ്ഞെടുത്തുണ്ടായെങ്കിൽ, വേറെ ഒരു റിലേഷൻ ഇന്നുണ്ടായെങ്കിൽ അങ്ങായത്തേക്ക് അക്രമിമാർ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടുണ്ട്. അതുപോലെ മനസ്സിലാക്കൂല്ലേ. പിന്നായിത്തേക്ക് വിശ്വാസിമാരെ ലക്ഷണായിത്തേക്ക് വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. എല്ലാ വിഷയച്ചെല്ലുകൂല്ലേ സമയല്ല. അതിൽ ഒരു വിഷയച്ചെന്ന് ഞാൻ അവസാനിപ്പിക്കുക. വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. അങ്ങനെ അമാനത്തും കരാറും പൂർത്തിയാക്കറായിത്തേക്കാറ് ഇതിൻ്റെ ഏറ്റവും നഷ്ടപ്പെട്ടുള്ള ഒരു മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമായിത്തേക്കാറ് അമാനത്ത്. ഏറ്റെടുത്തത് കൊടുക്കാണ്ടിരിക്കുന്നത്, അത് കടാവട്ട്, സ്വത്താവട്ട്, പ്രോപ്പർട്ടി ആവട്ടെ, അല്ലെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചത് ചതിக்கிறതായ ആൾമാർ വർദ്ധിച്ചോണ്ട് വന്നോണ്ടുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പടിപാട്ടുന്നു. അല്ലെ വിശ്വസിക്കാവൂല്ലേ? അടുത്ത ഒരു ചങ്ങായിരെ പോലും വിശ്വസിക്കുകയുണ്ടാവൂല്ലേ? എന്തെങ്കിലും പണം കൊടുത്തിട്ടായെങ്കിൽ അത് തിരിച്ചു കൊടുക്കാത്ത ആൾമാറായിത്തിക്കറ് ഇണ്ടത്തെ ആൾമാർ. പിന്നെ എങ്ങനെ കട കൊടുക്കൂറെ? കട കൊടുക്കും പേടിയായിത്തിക്കറ്, ഒരു വസ്തുവരെ ഏൽപ്പിക്കും പേടിയായിത്തിക്കറ്, ഒരു ഷോപ്പുരെ നടുപാട്ട് കൊടുക്കും പേടിയായിത്തിക്കറ്. എന്തത് അമാനത്തില്ല, നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വിശ്വാസിമാർ ചെന്നിട്ടായെങ്കിൽ വല്ലദീനഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. സ്വർഗത്തേക്ക് പ്രവേശിക്കുന്ന വിജയിക്കുന്നതായ ആൾമാർ അങ്ങനെ കരാറും അങ്ങനെ അമാനത്തും പൂർത്തിയാക്കറായിത്തിക്കാറ്. ഡോങ്കിയാക്കിത്ത് നടക്കുന്ന ആൾമാരല്ല, ചതിച്ചിട്ട് വഞ്ചനാക്കിത്ത് പോകേണ്ട ആൾമാരല്ല. ഇവിടെ വഞ്ചനാക്കിയിട്ടായെങ്കിലും നാളെ പരലോകത്ത് രക്ഷപ്പെടുക പോണ്ടില്ല. എത്ര കാലം വഞ്ചനാക്കി നടക്കാം, എത്ര നാൾ മുങ്ങി നടക്കുക സാധ്യാവൂ. വിശ്വസിച്ചതായ ആൾമാർ, അല്ലെ വിശ്വാസിമാർ ശ്രദ്ധിക്കണായ ആൾമാർ ഇത് ഈ വിഷയം ശ്രദ്ധിക്കണം. ഇത് വിശ്വാസിയുടെ ലക്ഷണമല്ല. വഞ്ചനാക്കിത്ത് അവൻ അമാനത്ത് തട്ടിയെടുത്തിട്ട് പോണ്ടതായ ആൾമാർ അത് വിശ്വാസിമാരല്ല, മുനാഫിക്കറെ സ്വഭാവമായിത്തേക്ക് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപാട്ടന്നെ. അങ്ങനെ എപ്പോഴും കേൾക്കുന്നതായിത്തേക്ക് ആവർത്തിച്ച് കേട്ടോണ്ടുള്ള ആയത്തുൽ മുനാഫിക്കി, മുനാഫിക്കറെ ലക്ഷണ സലാത്തുൻ മൂന്നായിത്തിക്കറ്. ഇദാ ഹദ്ദസ കദബ, പൽക്ക പറഞ്ഞെങ്കിൽ കളവ് പറയുന്നു. കളവ് ചെന്ന് എന്തും നേടിയെടുക്കുന്ന ആൾമാർ എല്ലാത്തെയും കളവ് ചെൽ. പൈസ കിട്ടുകയായിട്ട്, മുതൽ കിട്ടുകയായിട്ട്, എന്തെങ്കിലും പ്രോപ്പർട്ടി കിട്ടുകയായിട്ട് കളവ് ചെല്ലുന്ന ആൾമാർ. ഇതാ ഹദ്ദസ കദബ, പൽക്ക പറഞ്ഞിട്ടായെങ്കിൽ എപ്പോഴും കളവ് ചെല്ലുന്നതായ ആൾമാർ അത് അവന് മുനാഫിക്കായിത്തിക്കറ്. അവൻ എത്ര പേരെ താടി ഇന്നുണ്ടായെങ്കിലും, തൊപ്പി ഇന്നുണ്ടായെങ്കിലും, നിസ്കാരത്തിൽ ഒന്നാമത്തെ സഫുൽ ഇന്നുണ്ടായെങ്കിലും അവന് നമ്പർ 1 മുനാഫിക്കായിത്തിക്കറ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട് കൊടുക്കറേ. രണ്ടാമതായിട്ട് ചെന്നത് വൈദ വഅദ അഖ്ലഫ, വാഗ്ദാനം ആക്കിയിട്ടായെങ്കിൽ ലംഘിക്കുന്ന ആൾമാർ, പ്രോമിസ് ആക്കിയിട്ടായെങ്കിൽ നടക്കാത്ത ആൾമാർ, അതുപോലെ
കൊടുക്കാത്ത തിരിച്ചു കൊടുക്കാത്ത ആൾമാർ, വിശ്വസിച്ചിട്ട് ഞാൻ ഏൽപ്പിച്ചോണ്ടേ അല്ലേ. ചില ആൾമാർ ചിലതാണ് വിശ്വസിച്ച് നാ കൊടുത്ത ഭാവം അവനുണ്ട് വഞ്ചനാക്കി ചതിച്ചാനോണു ಅವನು ಮುನಾಫಿಕಲ್ಪಟ್ಟ ಆಲಾಯ್ತಿ ಕೃಚಂತ ಅಲ್ಲಾಹುರೇ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ನಂಗೆ ಪಡಿಬಾಟ್ಟಂಗೆ അതുകൊണ്ടു അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുക ഔഫുൽ അഹ്ദ, നിങ്ങൾ കരാർ നിങ്ങൾ പൂർത്തിയാക്കുന്നു. ഇന്നൽ അഹ്ദ കാന മസ്ഊല, നാളെ പരലോകത്ത് കരാറിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു കേൾക്കറാണ്. അതുകൊണ്ടു ഞാൻ അവസാനിപ്പിക്കറേ. രണ്ട് വിഷയ ഉണ്ടു ഇൻഷാ അല്ലാഹ് ഇന്നൊക്കെ ഖുതുബത്തിൽ നമുക്ക് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഖുശൂഉലും ഭയഭക്തിയിൽ നിസ്കരിക്കുകയും റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ വിജയിക്കുന്നതായ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചെന്നതുപോലെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചാറ് ചിലരെ ആ വിജയിമാരെ കൂട്ടത്തിലായിത്തീരകൂ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ പ്രാർത്ഥിക്കുകയും വസിയത്താക്കിയതായ എത്രയോ സഹോദര സഹോദരിമാരെല്ലാം രോഗം കൊണ്ടെത്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് സീരിയസിലുള്ളതായ ആൽമാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ രോഗത്തെ എത്ര വേഗം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. പ്രത്യേകമായിട്ട് ദ്വാർക്കുക വസിയത്താക്കിയ ആൽമാറുണ്ട്. മലാറിലെ ഒരു ബഷർ ചെല്ല് ഞങ്ങളെ ഒരു സഹോദര വലിയ ഒരു സീക്ക് അടിമപ്പെട്ടുത്തുണ്ടു. ദ്വാർക്കുക വസിയത്താക്കി അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദ്വാർക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആല അതിലെ രോഗത്തെ എത്ര വേഗം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഒരു കാലിക്കറ്റിലുള്ള ഒരു സഹോദര ദ്വാർക്കുക വസിയത്താക്കിയത് അള്ളാഹു സുബ്ഹാനഹു തആല അതിലെ രോഗത്തെ എത്ര വേഗം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയതായ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ പ്രത്യേകമായിട്ട് കഴിഞ്ഞ ഉടമെ മരിച്ച നമ്മുടെ സഹോദര ദ്വാർക്ക് വസിയത്താക്കിയത് സാഹുൽ അമീദ് ചെല്ല ഒരു സഹോദര മരണപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിലെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതിലാക്കിപ്പോയതായ എല്ലാ ദോഷത്തെ റബ്ബ് സുബ്ഹാനഹു തആല പൊത്തു മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ടെത്ത് കഷ്ടപ്പെടുന്നതായ എത്രയോ ആൽമാർ പല്ലിക്ക് ബറകു സാധിക്കാണ്ട് ഔത്തുല് തെച്ചോണ്ടുള്ളതായ കിടന്നോണ്ടുള്ളതായ സഹോദരന്മാരുടെ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ രോഗത്തെ എത്ര വേഗം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പിന്നെ ഒരു വിഷയം നിങ്ങളുടെ ചൊല്ലുള്ളത് ഞങ്ങളെ പള്ളിയുടെ കലക്ഷനുണ്ട്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സഹകരിക്കണം. ഒരുപാട് ചിലവുണ്ട് കൊണ്ടുണ്ട്. വലിയ പള്ളിയായിത്തിക്കറ് ഇവിടുത്തെ കറണ്ട് ബില്ലും അതുപോലെ ഇവിടുത്തെ മദ്രസയും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫും എല്ലാവർക്കും ഇവിടുത്തെ സാലറി കൊടുക്കുന്നുണ്ട്. അതുപോലെ ചിലവുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പള്ളിക്ക് സഹായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.